ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്നത്തെ കാർ ഡ്രൈവിംഗ് കണ്ടന്റ് എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രമല്ല. അതായത് വാഹനം സ്ഥിരമായിട്ട് ഒരുപാട് കാലമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇനി ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കുന്നവർക്കും തീർച്ചയായിട്ടും വളരെ ഉപകാരപ്പെടുന്ന പ്രയോജനം ചെയ്യുന്ന ഒരു കണ്ടന്റാണ് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അതായത് നമുക്കൊരു വാഹനം എങ്ങനെ ഏറ്റവും മനോഹരമായി ഏറ്റവും സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാം. ഇവിടെ ഒരുപാട് പേര് വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ പല ആൾക്കാർക്കും സ്മൂത്ത് ആയിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് അറിയത്തില്ല. ഈ സ്മൂത്ത് ആയിട്ട് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നല്ല ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഏറ്റവും സുഖകരമായിട്ടുള്ളൊരു യാത്ര അവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ റോഡിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ വരാൻ പാടില്ല. അവരെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിന് ഒരുപാട് സ്പീഡ് കൂട്ടി ഡ്രൈവ് ചെയ്യാൻ പാടില്ല, ഒരുപാട് സ്പീഡ് കുറഞ്ഞും വാഹനം ഓടിക്കാനായിട്ട് പാടില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. എങ്ങനെ ഒരു വാഹനം നമുക്ക് ഏറ്റവും സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാം? ഞാൻ ആദ്യത്തെ ഒരു പോയിന്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതായത് സൈക്കോളജിക്കൽ പരമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്വഭാവ രീതിയുമായിട്ട് ഡ്രൈവിങ്ങിന് നല്ല രീതിയിലുള്ള ഒരു ബന്ധമുണ്ട്. അതായത് ദേഷ്യ സ്വഭാവമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് എങ്കിൽ ആൾ കാമായിട്ടിരിക്കുന്ന ആളായിരിക്കാം. പക്ഷെങ്കിൽ ദേഷ്യ സ്വഭാവം ഉള്ളിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വാഹനം ഓടിക്കുന്നതിനിടയിൽ ഇത് കൃത്യമായിട്ടും വരും. പുറകിൽ ഒരു വാഹനം വന്നൊന്ന് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് കാണിക്കുക, ചിലപ്പോൾ കയറ്റി പോലും വിടത്തില്ല. അതുപോലെ തന്നെ കാമായിട്ടുള്ള സ്വഭാവ രീതി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വാഹനം സൈഡ് ഒതുക്കി പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ കയറ്റി വിടുന്ന രീതി ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ എല്ലാ വണ്ടികളെയും കയറ്റി വിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സ്വഭാവ രീതി ഉള്ളവരുണ്ട്. അതായത് ഏറ്റവും സ്ലോയിൽ ഇങ്ങനെ പതുക്കെ ഓടിച്ചു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് മറ്റു വാഹനം ഓടിച്ചു വരുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കൃത്യമായിട്ടുള്ളൊരു ടൈമിങ്ങിൽ ഒരു സ്ഥലത്ത് എത്താനായിട്ട് പെട്ടെന്നൊന്ന് എത്തണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. പതിയെ ആയിരിക്കും വണ്ടിയായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഈ സ്വഭാവ രീതി ഡ്രൈവിങ്ങിൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രൊഫഷനിലും നമ്മളോട് സ്വഭാവമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു വാഹനം ഏറ്റവും സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിങ്ങിൽ വേണ്ടത് താളമാണ്, കാമായിട്ടുള്ള ഒരു സ്വഭാവ രീതിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. താളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേഗത കൂടാൻ പാടില്ല, ഒരുപാട് വേഗത കുറച്ച് ഓടിക്കാനും പാടില്ല. കാമായിട്ട് ഡ്രൈവ് ചെയ്യണം. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഡ്രൈവ് നമുക്ക് കൊടുക്കണം. വാഹനം ഓടിക്കുന്നതിനിടയിൽ ഗിയർ ഇടുന്നത് മറ്റ് യാത്രക്കാരെ അറിയാൻ പാടില്ല, ബ്രേക്ക് ആയിട്ടൊന്നും അറിയാൻ പാടില്ല, ആക്സിലറേഷൻ കൊടുക്കുന്നത് സ്മൂത്തായിട്ടായിരിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് വേണം ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു സ്വഭാവ രീതി നിങ്ങൾ ഡ്രൈവിങ്ങിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുകയാണ്. നമുക്കൊരു വാഹനം ഏറ്റവും സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരിപ്പ് കംഫർട്ടാക്കുക. അതായത് നിങ്ങൾക്ക് ഏത് സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്നാൽ ഏറ്റവും മികച്ച രീതിയിൽ വണ്ടി ഡ്രൈവ് ചെയ്യാം, ആ രീതിയിൽ സീറ്റിംഗ് പൊസിഷൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് നമ്മൾ കൈ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ കൈയുടെ റിസ്റ്റ് ഏരിയ സ്റ്റിയറിംഗ് വീലിൻ്റെ ടോപ്പ് എൻഡിൽ വരുന്ന ഈ നീളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗുമായിട്ട് ഇടുന്ന സ്പേസ് നല്ലതായിരിക്കും. നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കൈക്ക് പെയിൻ വരില്ല, മുട്ട് ഇത്തരത്തിൽ ഡാഷ്ബോർഡിൽ ഇടിക്കത്തില്ല, ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, ബ്രേക്കിലേക്ക് ആദ്യം കാല് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, വണ്ടിയുടെ കീ ഓൺ ആക്കുക. ഓണായ ഒരു 2 സെക്കൻഡിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഒറ്റയടിക്ക് തിരിക്കരുത്. നമ്മൾ ഇതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ഈ ലിവറിനൊന്നും ബലം കൊടുക്കരുത്, സ്മൂത്തായിട്ട് ഇടാനായിട്ട് പഠിക്കണം. അതായത് ഇങ്ങനെ നമ്മൾ അതിനൊരു ഭംഗിയോടെ ഇടാനായിട്ട് ശ്രമിക്കുക. അതായത് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുക, ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ടും ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി വാഹനം എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡിക്കേറ്റർ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നല്ലൊരു ഡ്രൈവിന് ഇൻഡിക്കേറ്റർ ആവശ്യമാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പം ഞാൻ ഇവിടുന്ന് എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നു. സെൻറ്റർ മിറർ നോക്കുന്നു, ലെഫ്റ്റ് മിറർ നോക്കുന്നു, റൈറ്റ് മിറർ നോക്കുന്നു, ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്ന് നോക്കുന്നു, ബാക്ക് സൈഡ് നോക്കുന്നു. എന്നിട്ട് നമ്മൾ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും വാഹനത്തിന് ജെർക്ക് വരുന്ന രീതിയിൽ വണ്ടി എടുക്കരുത്. സ്മൂത്തായിട്ട് എടുക്കാൻ പഠിക്കണം. അതായത് ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ എടുക്കാനായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് കഴിയും. ബ്രേക്ക് എന്ന കാലെടുക്കുക, ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക, ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതുക്കെ വരിക. വാഹനം ഒന്ന് അനങ്ങി തുടങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഒരു ആക്സിലറേഷൻ കൊടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക്, ഞാനിപ്പോൾ വാഹനം എടുക്കുകയാണ്, പതിയെ തിരിച്ച് നമ്മളുടെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. പുറകിൽ നിന്ന് വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി വണ്ടി ഇവിടെ എടുത്തു. എന്നിട്ട് വണ്ടി എടുത്താലുടൻ തന്നെ ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് കൊടുക്കുക. കൊടുത്താലുടൻ തന്നെ ഇടത് ചേർന്ന് ഓടിക്കുക. സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുക. ഗിയർ ഇടുന്നത് ബിഗിനേഴ്സ്
ഡ്രൈവേഴ്സ് അല്ലെ വാഹനം ഓടിക്കുന്ന ഗിയർ ഇടുന്നത് മറ്റ് യാത്രക്കാരെ അറിയാത്ത രീതിയിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ക്ലച്ച് റിലീസ് ചെയ്യുന്നത് ഒരു 2-3 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്നതെങ്കിൽ ക്ലച്ച് റിലീസ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. വീണ്ടും ഒരു റോഡ് സ്ട്രെയിറ്റോ അല്ലെങ്കിൽ ചെറിയ ഇറക്കങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇടുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. എന്നിട്ട് ക്ലച്ച് നിന്ന് മെല്ലെ കാല് റിലീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാഹനത്തിൽ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജെർക്ക് ഉണ്ടാകാതെ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം വാഹനം ഡ്രൈവ് ചെയ്യാൻ. ഇപ്പം ഞാൻ തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്യുവാണ്. കാരണം നമ്മൾ സെക്കൻഡ് ഇടുമ്പോൾ മറ്റ് യാത്രക്കാർ അറിയാൻ പാടില്ല, സ്മൂത്ത് ആയിട്ട് ഇടണം. ഇപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് വന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഞാനിത് അഡ്വാൻസ് ചെയ്ത് ക്ലച്ച് പതിയെ റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തെടുത്തപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വന്നില്ല. ചില ആൾക്കാർ ഗിയർ ഇട്ടിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വണ്ടിക്കുള്ളിൽ ഒരു കുലുക്കം ഉണ്ടാകും, യാത്രക്കാരെല്ലാം മുന്നിലേക്ക് ആഞ്ഞു പോകുന്ന രീതി വരും. അപ്പോൾ നമ്മൾ ഗിയർ ഇടുമ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള താളത്തിൽ തന്നെ ഓരോ ഗിയർ ഇട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് തേർഡ് കൊടുക്കുമ്പോൾ സ്ട്രൈറ്റ് റോഡ് ആണെങ്കിൽ ഇത്തിരി ഒരു മൂവ്മെൻറ്റ്സ് നൽകുക, ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, തേർഡ് ഇടുക. 1, 2, 3, 4 സെക്കൻഡ് കൊണ്ട് ക്ലച്ച് നിന്ന് പതിയെ കാലയച്ച് റിലീസ് ചെയ്ത് ഇതുപോലെ വെച്ചാൽ മതി. അപ്പോൾ തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്തുള്ള ജെർക്കൊന്നും വരാതെ നമുക്ക് കറക്റ്റായിട്ട് ഗിയർ ഇടാനായിട്ട് കഴിയും. ഇനി ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങൾ നോക്കിയാൽ നല്ലൊരു സ്ട്രൈറ്റ് റോഡ് വന്നു, ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വണ്ടിക്ക് ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു, ഇതേ 4ാമത്തെ ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു. വീണ്ടും എൻ്റെ കാല് മെല്ലെ ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വന്ന് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിന് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം. മറ്റു ആൾക്കാർ അറിയാത്ത തരത്തിൽ തന്നെ ഗിയർ ഇടുക. ഇനി നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട 3ാമത്തെ പോയിന്റാണ് പങ്കുവെക്കുന്നത്. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വാഹനം നിങ്ങൾ ഓടിക്കാനായിട്ട് ശ്രമിക്കണം. ഒരിക്കലും നടുക്ക് ഓടിക്കുന്ന ഒരു സ്വഭാവ രീതി ഡ്രൈവിങ്ങിൽ കൊണ്ടുവരരുത്. അതൊരു വില്ലേജ് റോഡ് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നുണ്ട്, ഞാനിത് ഈ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ്. ഒതുക്കി ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്ത് അവർ കയറി ഒന്ന് പോയി, ഇവിടുന്ന് എതിരെ ഒരു വണ്ടി വന്നു, അവരൊന്ന് കയറിപ്പോയി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുക, ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡ്. അല്ലാതെ നമ്മളും മുന്നോട്ട് വന്ന് ഈ വണ്ടിയുടെ ഇടയിൽ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ ഞാൻ സൈഡ് ഒതുക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി, ഞാൻ ഈ കട്ടിങ്ങിൻ്റെ വെളിയിലേക്ക് നമുക്ക് അങ്ങോട്ട് വണ്ടി ഒന്ന് ഇറക്കി കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അങ്ങോട്ടൊന്ന് ഇറക്കി കൊടുക്കുന്നതിലൊന്നും തെറ്റില്ല. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്ന് മെല്ലെ സൈഡിലേക്ക് ഒന്ന് ഇടയില്ലെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒതുക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ കട്ടിങ്ങിൻ്റെ വെളിയിലേക്ക് ഇറക്കത്തേയില്ല. അങ്ങനെയുള്ള സ്വഭാവ രീതിയുള്ളവരുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം പറയുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് വില്ലേജ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്തിരിയൊക്കെ വെളിയിലേക്കൊക്കെ ഇറക്കി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. അവിടെ ആ വിട്ടുവീഴ്ച മനോഭാവം നമ്മൾ കാണിക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മളത് കാണിച്ചില്ലെങ്കിൽ, ഇപ്പം ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുവാണ്, ഇവിടുന്ന് ഒരു വണ്ടി വരുന്നു, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഒരു വലിയ വണ്ടി വരുവാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കട്ടിങ് തന്നെ ചേർന്ന് ഓടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ശ്രമിക്കുമ്പോൾ വരുന്ന ആളും അത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ ഈ റൈറ്റ് സൈഡ് ഏരിയ കൃത്യമായിട്ടും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയായിട്ട് ഇടി ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച മനോഭാവം അവിടെ കാണിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഡ്രൈവിങ്ങിൽ ആ ഒരു സ്വഭാവം നമ്മൾ പലപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഓടിക്കുക. ചെറിയ കട്ടിങ് ആണെങ്കിൽ അവിടെ ഒന്നും ഇറക്കുന്നതിൽ തെറ്റില്ല. വലിയ കുഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ വാഹനം നിർത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമേ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരുപാട് ഡ്രൈവേഴ്സ് ചെയ്യുന്ന ഒരു രീതിയാണ്, ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ മൈൻഡ് ചെയ്യാതെ ആയിരിക്കും ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യും, സ്മൂത്തായിട്ട് ബ്രേക്ക് ചെയ്യേണ്ട സാധനത്തൊക്കെ എന്ത് ചെയ്യും, ഹാർഡായിട്ട് ചവിട്ടും. കാരണം വാഹനത്തെ സ്ലോ ചെയ്യാൻ ചവിട്ടുന്നതാണ്. ഈ ഓരോ ചവിട്ടും കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരനെ അറിയും. അപ്പം ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി ഉള്ളവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, ഛർദ്ദിക്കാനായിട്ടുള്ള സാധ്യത കൃത്യമായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പരമാവധി നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യുക. ബ്രേക്ക് നമുക്ക് ചവിട്ടണം, പക്ഷെങ്കിൽ അത് സ്മൂത്തായിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഇനി അതുപോലെ തന്നെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത വണ്ടി എടുക്കുകയാണ്. ഇവിടെ എനിക്ക് ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞ ഇവിടെ ഒരു കയറ്റമാണ്. എനിക്ക് സെക്കൻഡ് കൊടുക്കാൻ ഭയങ്കര ആക്സിലറേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറിയ ആക്സിലറേഷൻ മതി. ചെറിയ കയറ്റമാണ്, ഇത് ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്തു, ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു. കണ്ടോ? ചില ആൾക്കാർ എന്ത് ചെയ്യും, ആക്സിലറേഷൻ അങ്ങ് ചവിട്ടി പിടിച്ച് വണ്ടി കയറ്റത്ത് അങ്ങ് ഇരച്ച് കയറിയിട്ട് ആക്സിലറേഷൻ കുറച്ച് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുന്ന രീതിയുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെയല്ല നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്ത് ഗിയർ
ഗിയർ ഇടേണ്ടത്. നമുക്ക് എത്ര ആക്സിലറേഷൻ ആണോ വേണ്ടത് അതിനാനുപാതികമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് മാത്രം കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, എന്നിട്ട് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതുപോലെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നമ്മൾ കൃത്യമായിട്ടുള്ള പരിഗണന ഡ്രൈവിങ്ങിൽ കൊടുക്കണം. ഇത് നമ്മൾ റൂൾ പാലിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമല്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പങ്കുവെക്കുന്നത്. കാരണം യാത്രക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവർ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് അവരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ എന്തെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞായിരിക്കും പോകുന്നത്, റോഡിന് നടുക്കേക്ക് വരും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നേരത്തെ ഹോൺ അടിച്ച് കൊടുക്കണം. അടുത്ത് വന്നിങ്ങനെ ഹോൺ അടിച്ച് ബുദ്ധിമുട്ടിക്കരുത്. നേരത്തെ ഒരു 1-2 തവണ ഹോൺ അടിച്ചു. അവർ ചിലപ്പം നടുക്കോട്ട് വരും. ശരിക്കും പറഞ്ഞാൽ യാത്രക്കാർക്ക് ഒരു പ്രത്യേക ബോധവൽക്കരണം കൊടുക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായോ? അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡ്രൈവർ എന്ന നിലയിൽ നേരത്തെ നമ്മൾ ഹോൺ അടിച്ച് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഈ വഴിയാത്രക്കാർ പല ആൾക്കാരും മാറാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് പല ആൾക്കാർക്കും ചിലപ്പോൾ വാഹനം ഓടിക്കാൻ അറിയത്തില്ലാത്തവരായിരിക്കും. വാഹനം സ്ഥിരമായിട്ടും വർഷങ്ങളായിട്ടൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വണ്ടി വരും, അവർ കൃത്യമായിട്ട് മാറിക്കൊടുക്കും. കാരണം വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്തുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും, അവർ മാറിക്കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ ഈ ഒരു കാര്യം കൃത്യമായിട്ടും വാഹനം ഓടിക്കുമ്പോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. അതായത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ഒന്നാണ്. അതിന് നമ്മൾ വല്ലാത്ത ആക്സിലറേഷൻ കൊടുത്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു നിരപ്പായിട്ടുള്ള റോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കംഫർട്ടായിട്ടുള്ള ലെവലിലുള്ള ഒരു ആക്സിലറേഷൻ മാത്രം കൊടുക്കും. ഒരു പരിധിക്കപ്പുറം ചവിട്ടിയൊന്നും കൊടുക്കാനായിട്ട് പാടില്ല. വലിയ സ്പീഡിലേക്കൊന്നും കയറ്റേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തെത്താനായിട്ട് നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ കാമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ടൊരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ആ സ്ഥലത്ത് എത്താനായിട്ട് സാധിക്കും. തീർത്തും സ്ലോ ആയിട്ട് ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ വ്യത്യാസം വരത്തുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളൊരു താളത്തിൽ ഇതുപോലെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഏരിയയിൽ നമുക്ക് കറക്റ്റായിട്ട് എത്താനായിട്ട് കഴിയും. അതിൽ കൂടുതൽ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് നമുക്ക് നേരത്തെ മുന്നേ വരാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ കൂടെ ഒരു ഡ്രൈവിന് അവർ കയറത്തില്ല. കാരണം റാഷായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണെന്നുള്ളൊരു നിലപാട് അവർ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെയും ചെയ്യാൻ പാടില്ല. വളരെ കാമായിട്ട് തന്നെ വാഹനം നിങ്ങൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ നമ്മൾ വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. AC ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് കൂടുതൽ തണുപ്പിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു തണുപ്പ് മതി, അതിട്ട് കൊടുക്കുക. വൈപ്പർ മഴ പെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുമ്പോൾ ചുമ്മാ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതിരിക്കുക. മഴ പെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇടുക, അപ്പം തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. ചില ആൾക്കാർ എന്ത് ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്വഭാവ രീതികളൊക്കെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടൊന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഡ്രൈവിങ്ങിൽ നമ്മളുടെ സ്വഭാവമായിട്ട് നല്ല രീതിയിലുള്ളൊരു ബന്ധമുണ്ട്. അപ്പം നല്ലൊരു ഡ്രൈവിംഗ് സ്വഭാവം നമ്മൾ ആക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നമുക്ക് ഡ്രൈവിങ്ങിൽ മാത്രമല്ല നമ്മളുടെ സ്വഭാവ രീതിയായിട്ട് ബന്ധമുള്ളത്. നമ്മൾ എത്ര ഉന്നത തലത്തിലുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ആളായിക്കോട്ടെ, നമ്മളുടെ സ്വഭാവ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് മോശമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ ഡ്രൈവിങ്ങിൽ മാത്രമല്ല ജീവിതത്തിലും കൂടെ മാറ്റിയെടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് കാലത്തെ ജീവിതമേ ഉള്ളൂ. ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് കഴിയട്ടെ എന്ന് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.